തിരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് വി.ഡി. സതീശന്റെ PR പണിയുമായി മനോരമ പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, അവർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ദൃശ്യമാണ്, സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയ ഒരു ദൃശ്യമാണ്, ഒരു പ്രതികരണമാണ്, ഒരു വയോധികന്റെ പ്രതികരണമാണ്. മനോരമ കോലുമായിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും 2 ഫോട്ടോ ആ വയോധികനെ കാണിച്ചിട്ട് ഇത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ വയോധികൻ കൃത്യമായി പറയുന്നുണ്ട്, ഒന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്, മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. ഇനിയാണ് മനോരമയുടെ കുത്തിത്തിരിപ്പ് ചോദ്യം. പിണറായിക്ക് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, സതീശനെ സപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ സതീശന്റെ PR പണി കൃത്യമായി നിർവഹിക്കുക എന്നതായിരുന്നു മനോരമയുടെ ലക്ഷ്യം. പക്ഷേ കാര്യവിവരമുള്ള ഒരു വ്യക്തിയോട് ചോദ്യങ്ങൾ, അനാവശ്യ ചോദ്യങ്ങൾ, കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി എന്ന് കൃത്യമായി ആ വ്യക്തിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു വയോധികനാണ്, അതിലുപരി കൃത്യമായ നിലപാടുകളുള്ള, കാര്യഗൗരവമുള്ള ആ വ്യക്തിയുടെ ആ വാക്കുകളിൽ സതീശന്റെ മനോരമയുടെയും PR പണിയെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. വി.ഡി. സതീശനും പിണറായി വിജയനും എങ്ങനെയുണ്ട് നമ്മുടെ ഭരണത്തെ പറ്റി 100-ൽ എത്ര മാർക്ക് കൊടുക്കുന്നു? 100-ൽ ഇപ്പൊ ഇയാളുടെ പറഞ്ഞ 100 മാർക്ക് കൊടുക്കാം. 100 മാർക്ക് കൊടുക്കാം. ഇയാള് പോലെ വേറെ പ്രതിപക്ഷം പോലെ കോൺഗ്രസ് അത്ര മോശമൊന്നുമല്ല. അത് നയിക്കാൻ ആളില്ല. കണ്ട കുതികാല് വെട്ടുക, കാല് വാരില്ല. അത് വടക്കേന്ത്യ മുതൽ കേരളം വരെ അവരെപ്പോഴും പറയുന്ന ഒറ്റക്കെട്ടാണ്. പൈസയൊക്കെ മുറുക്കി വെക്കാൻ ഒറ്റക്കെട്ട് തന്നെയാണ്. വി.ഡി. സതീശന് വേണ്ടി PR പണി ഏറ്റെടുത്ത് കീശ നിറയെ കാശുമായി മനോരമ പടച്ചുവിട്ട ചില ധാരണകളുമായി ആ വ്യക്തിയോട് ചോദിക്കാൻ വന്ന മനോരമയുടെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന അടിമകളുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് ആ വ്യക്തി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണെന്നും എന്താണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ആർക്കു വേണ്ടിയാണെന്നും ആ ഒറ്റ മറുപടിയിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്നതാണ് വസ്തുത. അതിലുപരി വി.ഡി. സതീശനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ച ആ ഒരു തട്ടുപൊളിപ്പൻ നാടകത്തെ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നൊരു പ്രതികരണമായിരുന്നു ആ വ്യക്തി അവിടെ അവരുടെ മുന്നിൽ കൃത്യമായി പറഞ്ഞു വെച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കാലുവാരൽ ശാപത്തെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും PR പണിക്ക് വേണ്ടി വരുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കുപ്പായം തച്ചുവെച്ചിരിക്കുന്ന വി.ഡി. സതീശനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മനോരമയുടെ വായടപ്പിച്ച മറുപടി എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ പ്രതികരണം വൈറലായി ഓടുന്നുണ്ട്. കാരണം കാര്യവിവരമുള്ള ഒരു വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ്, ആ അറിവ് വി.ഡി. സതീശന് വേണ്ടി PR പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്കില്ല എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അതെന്ന് കൃത്യമായി പറഞ്ഞു വെക്കാം.